സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത് താരാനായകശേഖരാം സ്മിതമുഖീമാവീനവക്ഷോരുഹാം പാണിഭ്യാം അളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതീം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം. പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, ഒരു പുതിയ ആർട്ടിക്കിളുമായാണ് ഞാനിന്ന് നിങ്ങളുമായി സംവദിക്കുന്നത്. ജ്യോതിശാസ്ത്രത്തിൽ സുഖത്തിൻ്റെയും ഭൗതികതയുടെയും പൂർണ്ണഗ്രഹമായ ശുക്രൻ ഒരു വലിയ മാറ്റത്തിലേക്ക് വരികയാണ്. 1199 കർക്കടക മാസം 16-ാം തീയതി, അതായത് 2024 ജൂലൈ മാസം 31-ാം തീയതി ബുധനാഴ്ച 2:45 മണിക്ക് ഉച്ചയ്ക്ക് ശുക്രൻ ചിങ്ങൻ രാശിയിലേക്ക് പകരുകയാണ്. ഇത്രയും ദിവസം ശുക്രൻ കർക്കടകം രാശിയിലായിരുന്നു, ശത്രുക്ഷേത്രത്തിലായിരുന്നു. ഇപ്പോഴും ശുക്രൻ സഞ്ചരിക്കുന്നതും ശത്രുക്ഷേത്രത്തിലാണ്, ചിങ്ങം രാശിയിലാണ്. ഒരു ഗ്രഹം ശത്രുക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഫലം എന്താണെന്ന് കൂടി നിങ്ങൾ അറിയണം. ഗതേഗ്രഹേ ശത്രുഗ്രഹം നികൃഷ്ടതാം പരാനവൃത്തിം പരമന്ദിരസ്ഥിതിം അകിഞ്ചനത്വം രിപുപീഡനം സദാ സ്നിഗ്ധോപി തസ്യാപി രിപുത്വം ആപ്നുയാത്. നികൃഷ്ടതാം ഉത്കൃഷ്ടമല്ലാത്ത ഒരവസ്ഥയെ സംജാതമാക്കുന്നു. അന്നത്തിന് വേണ്ടി, തൻ്റെ ഭക്ഷണത്തിന് വേണ്ടി അന്യർക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. അന്യൻ്റെ വീട്ടിൽ താമസിക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അകിഞ്ചനത്വം, ദാരിദ്ര്യമുണ്ടാകുന്നു. രിപുപീഡനം സദാ, തനിക്ക് എപ്പോഴും ശത്രുക്കളുടെ ഉപദ്രവമുണ്ടാകുന്നു. താൻ എത്ര സ്നേഹിച്ചാലും മറ്റുള്ളവർ തന്നോട് ശത്രുത പ്രകടിപ്പിക്കുന്നു. ഇതാകുന്നു ശത്രുക്ഷേത്രത്തിൽ ഒരു ഗ്രഹം നിൽക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥ. ഇവിടെ സൂര്യൻ ശുക്രൻ്റെ 12-ാം ഭാവത്തിൽ നിൽക്കുന്നു. കർക്കിടകം 31-ാം തീയതി ശുക്രൻ മൗഢ്യമില്ലാതെ ചിങ്ങൻ രാശിയിൽ വരുമ്പോൾ സൂര്യൻ കർക്കടകം രാശിയിലാണ് ഓഗസ്റ്റ് 17-ാം തീയതി വരെ. അതുപ്രകാരം ഇവിടെ ശത്രുഗ്രഹങ്ങളാണെങ്കിലും താൽക്കാലിക സുഹൃത്തുക്കളാണ്, നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് പലരും സന്ദേഹിക്കാറുണ്ട്, ഗ്രഹം ശത്രുഗ്രഹത്തിലാണ്, എങ്ങനെ ഫലമുണ്ടാകുമെന്ന്. അതിനുത്തരം ഇതാണ്: സൂര്യനും ശുക്രനും തൽക്കാല സുഹൃത്തുക്കളാണ്. ഏതായാലും കർക്കിടകം രാശിയേക്കാളും ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന ശുക്രൻ്റെ ആശ്രയഫലം വളരെ ഗുണമാണ്. ഹരൗ യോഷാപ്താർത്തിഹി പ്രവരയോതിർ മന്ദതനയഃ എന്നാണ് ശുക്രൻ്റെ ആശ്രയഫലം ചിങ്ങൻ രാശിയിൽ പറഞ്ഞിരിക്കുന്നത്. ഹരൗ സിംഹൻ രാശിയിൽ നിൽക്കുമ്പോൾ യോഷാപ്താർത്തിഹി സ്ത്രീധനം ലഭിക്കുന്നു, സ്ത്രീയിലൂടെ ധനം ലഭിക്കുന്നു പുരുഷന് അല്ലെങ്കിൽ ഭർത്താവിന്. പ്രവരയോതിഹി ധാരാളം യുവതികളുമായി തൻ്റെ കർമ്മമേഖലകളിലും അല്ലെങ്കിൽ തൻ്റെ കാമുകിമാരായി വരുവാനുള്ള സന്ദർഭമുണ്ടാകുന്നു. മന്ദതനയഃ സന്താനങ്ങൾക്ക് മന്ദത കൈവരുന്നു. അവിടെ നമുക്ക് സൂക്ഷ്മമായിട്ട് ശുക്രനോടുകൂടി പാപഗ്രഹങ്ങളോ അല്ലെങ്കിൽ പാപമധ്യസ്ഥിതിയോ ഉണ്ടെങ്കിൽ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. ഏതായാലും മേടൻ രാശി മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ എന്തെന്ന് നമുക്ക് ചിന്തിക്കാം. അതിനു മുമ്പ് എന്താണ് ശുക്രൻ്റെ കാരകധർമ്മം എന്ന് നാം അറിയണം. ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, എല്ലാ ഭൗതിക സുഖത്തിൻ്റെയും പൂർണ്ണതയുള്ള ഗ്രഹമാകുന്നു ശുക്രൻ. വ്യാഴം ആത്മീയമായ സുഖമാകുന്നു, സ്പിരിച്വലായ സുഖത്തിൻ്റെ ഗ്രഹമാകുന്നു. ഇതാണ് വ്യാഴവും ശുക്രനും തമ്മിലുള്ള പ്രത്യേകതയും വൈരുദ്ധ്യവും. ശുക്രൻ അസുരന്മാരുടെ ആചാര്യനാകുന്നു, വ്യാഴമാകട്ടെ ദേവന്മാരുടെ ആചാര്യനാകുന്നു. ഇവിടെ ശുക്രൻ്റെ കാരകധർമ്മം നമുക്ക് വിലയിരുത്തുമ്പോൾ ആദ്യമായി ശുക്രനെ കൊണ്ട് നമുക്ക് ചിന്തിക്കാനുള്ളത് ഭൗതിക സുഖത്തിന് ഉതകുന്നതായ എല്ലാ സാമഗ്രികളുമാണ്. സംഗീതം, സംഗീത ഉപകരണങ്ങൾ, നൃത്തം, ഗീതം, കാവ്യം, നാടകം, രചന, നടൻ, നടി, ശൃംഗാരം, പ്രണയം, ചുംബനം, മൈഥുനം, രതിക്രീഡകൾ, വസ്ത്രം, വസ്ത്രവ്യാപാരം, ബോട്ടിക്, ടൈലറിംഗ്, കോസ്മെറ്റിക്സ്, ബ്യൂട്ടി പാർലർ, യൂണിസെക്സ്, ബ്യൂട്ടി സലൂൺ, കാമക്രീഡ,
ധാരാളം സ്ത്രീകൾ വേശ്യാലയങ്ങൾ, പിമ്പിൻ്റെ ജോലി ചെയ്യുക, ജ്വല്ലറി, കല്ല് വെച്ച രത്നങ്ങൾ, ഡയമണ്ട്, മൂക്കുത്തി, കമ്മൽ, ഗോൾഡ് സ്മിത്ത്, വള, വാഹനം, ആഡംബരങ്ങൾ, സർവീസ് സെൻറ്റർ, കാർ ഷോറൂം, റെൻ്റ് എ കാർ, RTA ബ്രോക്കർ, വെഹിക്കിൾ ഇൻഷുറൻസ്, സ്പൈസസ്, പാലുള്ള വൃക്ഷങ്ങൾ, റബ്ബർ, ഔഷധ സസ്യങ്ങൾ, വള്ളികൾ, വാഴ, ഡയറി ഫാം, പാലുൽപ്പന്നങ്ങൾ, ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്ങുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സാധന സാമഗ്രികൾ, സുഗന്ധദ്രവ്യങ്ങൾ, വിവാഹ ബ്രോക്കർ, മെട്രിമോണിയൽ സർവീസസ്, കൃഷി, ഫാമിംഗ്, ഔഷധം, പൂജാ സ്റ്റോർ, നാളികേരം, ഇളനീർ, ഇതൊക്കെ തന്നെ നാം ശുക്രനെ കൊണ്ട് ചിന്തിക്കേണ്ടുന്ന കാരക ധർമ്മങ്ങളാകുന്നു. പലരുടെയും ജാതകത്തിൽ കർമ്മസ്ഥാനത്ത് ശുക്രൻ ഉണ്ടാകുമ്പോൾ ഇതുമായി ബന്ധപ്പെടുന്ന തൊഴിലുകൾ ഇവർ ചെയ്യുന്നതോ ചെയ്യിപ്പിക്കുന്നതോ ആയി നമുക്ക് കാണാം. ഇനി നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള 12 രാശികളുടെയും ശുക്രൻ്റെ രാശിചാരം എപ്രകാരമാണെന്ന് ചിന്തിക്കാം. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ രാശിചാരം കർക്കിടകം, ചിങ്ങം, കന്നി രാശിക്കാർക്ക് എപ്രകാരമായിരിക്കുമെന്നാണ്. ആദ്യമായി കർക്കിടകൻ രാശിക്കാർക്ക് ഈ ശുക്രൻ്റെ രാശിചാരം എപ്രകാരമാണെന്ന് നമുക്ക് ചിന്തിക്കാം. പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന കർക്കിടകം രാശിക്കാർക്ക് ഈ ശുക്രൻ്റെ മാറ്റം വളരെ അനുകൂലമാണ്. ശുക്രൻ ഇവർക്ക് ലാഭാധിപനും സുഖാധിപനുമാകുന്നു. ശുക്രൻ 2ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നു. 2ാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ ഹോരാചാര്യർ പറഞ്ഞ ഫലം സുവാക്യ, ശോഭനം വാക്യം യസ്യ സഹ, ശോഭനമായ വാക്കോടുകൂടി ഇയാൾ ശോഭിക്കുമെന്നാണ്. ഈ ശോഭനമായ വാക്ക് പ്രവാചകർ അല്ലെങ്കിൽ പ്രചാരകന്മാർ അല്ലെങ്കിൽ LIC ഏജൻസ് വാക്കുമായി ജീവിക്കുന്ന ഏത് വ്യക്തിക്കും വളരെ അനുകൂലമാണ് 2ൽ നിൽക്കുന്ന ശുക്രൻ്റെ ഈ ഒരു രാശിചാരം. പ്രത്യേകിച്ച് ധാരാളം സ്ത്രീകളെ വശീകരിക്കുവാനും ആകർഷിക്കുവാനും ഈ ശുക്രൻ തനിക്ക് സന്ദർഭം തരുന്നു. മുഖം ചാരുഭാഷം മനീഷാഭിചാർവീന്ന, മുഖം ചാരുഭാഷം, മനോഹരമായി സംസാരിക്കുന്ന മുഖമുണ്ടാകുന്നു. മനീഷാഭിചാർവി, ധാരാളം ബുദ്ധിയും പ്രദാനം ചെയ്യും. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ആരെ ആകർഷിക്കാം, വശീകരിക്കാം തൻ്റെ വാക്കിലൂടെ എന്ന് പ്രവൃത്തിപഥത്തിൽ കാണിക്കുവാനുള്ള സമയമാകുന്നു. തന്നെ മുഖം കാണുമ്പോൾ മറ്റുള്ളവർക്ക് തന്നോട് താല്പര്യം വരും. അതാണ് ശുക്രൻ എന്ന ഗ്രഹത്തിൻ്റെ പ്രത്യേകത. ഇത് ഫ്രണ്ട്ഷിപ്പ് മേക്കിംഗ് പ്ലാനറ്റ്. സൗഹൃദങ്ങളെ ഊട്ടി ഉറപ്പിക്കുവാനും സൗഹൃദങ്ങളെ ഉണ്ടാക്കിയെടുക്കുവാനുമുള്ള ഗ്രഹമാകുന്നു ഈ ശുക്രൻ. വളരെ ഗുണമാണ് കർക്കിടകൻ രാശിക്കാർക്ക് 25 ദിവസം. അതുകൊണ്ട് വാക്കുമായി ജീവിക്കുന്ന മേഖലയിലുള്ള എല്ലാവർക്കും വളരെ അനുകൂലമാണ്. ഇവിടെ ശുക്രൻ മനോഹരങ്ങളായ വസ്ത്രങ്ങൾ ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അധികാരത്തിൻ്റെ ലാഭമുണ്ടാകുന്നു. നല്ല വസ്ത്രമൊക്കെ ധരിച്ച് വേദികളിൽ അല്ലെങ്കിൽ സദസ്സുകളിൽ പോകണമെങ്കിൽ തനിക്ക് അംഗീകാരം ലഭിക്കണം. ഈ ഒരു അംഗീകാരത്തെ ശുക്രൻ പ്രദാനം ചെയ്യും. ഈ പലപ്പോഴും 2ൽ നിൽക്കുന്ന ശുക്രൻ തൻ്റെ കുടുംബ അംഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന നന്മകൾ വേണ്ട രീതിയിൽ പ്രദാനം ചെയ്യുകയില്ല എന്ന ഒരു ചെറിയ ദോഷമുണ്ട്. എന്നാലും കർക്കിടകൻ രാശിക്കാർക്ക് പ്രായണ അനുകൂലമാകുന്നു ഈ ശുക്രൻ. സൗമ്യ വിത്തകതയെ പുരാർജിത ധനാനാമേവ വൃത്യുദ്ഭവ, പൂർവികമായി ഉണ്ടാക്കിയ കാശിനൊക്കെ നന്മകൾ കൂടുമെന്നാണ് പറഞ്ഞത്. തനിക്ക് ധനം സമ്പാദിക്കുവാൻ കൂടുതലുള്ള സ്വാതന്ത്ര്യവും സൗഭാഗ്യവും ഈ 2ലെ ശുക്രൻ പ്രദാനം ചെയ്യുന്നു. സാമ്പത്തികമായ വളരെയധികം ഒരു ഉയർച്ച ഈ 2ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ കർക്കിടകം രാശിക്കാർക്ക് പ്രദാനം ചെയ്യുന്നു. അടുത്തതായി ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന ചിങ്ങൻ രാശിക്കാർക്ക് ഈ ശുക്രൻ്റെ രാശിചാരം എപ്രകാരമാണെന്ന് നമുക്ക് ചിന്തിക്കാം. സ്വതവേ ലഗ്നത്തിലെ ശുക്രൻ സ്മരനിപുണ സുഖി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. കാമകലകളിൽ നിപുണനാകുന്നു, സുഖിമാനാകുന്നു. സുഖി എന്നാൽ സുഖം അസ്യ അസ്തി ഇതി സുഖി, നല്ല സുഖത്തോടു കൂടെ ഇരിക്കുന്നു. നാം തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ചിങ്ങൻ രാശിയിലെ ശുക്രന് പറഞ്ഞ ആശ്രയഫലം ഹരോ യോഷാർത്ഥാർത്ഥി, സ്ത്രീ സുഖം ധാരാളം ലഭിക്കും, സ്ത്രീധനം ലഭിക്കും. പ്രവര യുവതി, ധാരാളം യുവതികളുമായി രമിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ശൃംഗാരികൾക്ക് അങ്ങേയറ്റം ശൃംഗാരം ഉണ്ടാക്കാൻ പറ്റുന്ന 25 ദിനങ്ങളാണ് ചിങ്ങൻ രാശിക്കാർക്ക് വരുന്നത്. ഇവിടെ കർമ്മപതിയായ ഗ്രഹമാകുന്നു ശുക്രൻ. ചിങ്ങൻ രാശിയുടെ 10ാം ഭാവാധിപനാകുന്നു ശുക്രൻ. ധാരാളം സ്ത്രീകൾ തൻ്റെ കർമ്മമേഖലയിൽ വരും. പ്രത്യേകിച്ച് ആർട്ട്, കലകൾ, ഡാൻസ്,
അഭിനയവുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾക്കൊക്കെ ധാരാളം സൗഹൃദങ്ങൾ, ചെറിയൊരു സീരിയലിൽ മുഖം കാണിച്ച യുവതി യുവാക്കൾക്ക് ഈ സമയത്ത് സൗഹൃദങ്ങളുടെ സമയം തന്നെയായിരിക്കും. ചില ചതിക്കുഴികളിൽ വീഴാതെ നോക്കേണ്ടുന്ന 25 ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സഹായപതിയായ ഗ്രഹമാണ്. 3-ാം ഭാവാധിപൻ സഹോദരപതി സഹായപതിയായ ഗ്രഹമാണ് ലഗ്നത്തിൽ നിൽക്കുന്നത്, ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നത്. ധാരാളം സഹായികൾ, സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകും. നല്ല വസ്ത്രം ധരിച്ച് തനിക്ക് എക്സ്പ്രസീവായി പുറത്തു പോകുവാനുള്ള ഒരു സമയമാകുന്നു ചിങ്ങൻ രാശിക്കാർക്ക് പ്രദാനം ചെയ്യുന്നത് ഈ ഒരു 25 ദിവസക്കാലം. അത് കാര്യമായി ഉപയോഗപ്പെടുത്തുക, സൗഹൃദങ്ങളെ ഊട്ടി ഉറപ്പിക്കുക, സൗഹൃദത്തിലൂടെ യാത്ര ചെയ്യുവാനും അതിലൂടെ തനിക്ക് മറ്റ് പല ഗുണഭോഗങ്ങളും അനുഭവിക്കുവാനുള്ള സമയമാകുന്നു. ചതിക്കുഴിയിൽ വീഴാതെ നോക്കുക എന്ന് അടിവരയിട്ട് നാം പറയുന്നു. കാരണം ഭൗതിക സുഖത്തിൻ്റെ ഗ്രഹമാണ്. പെട്ടെന്നൊരു ഭ്രമത്വം വരും, അറിയാതെ കയറി കാന്തമായിരിക്കും മറുഭാഗത്തുണ്ടാവുക. താൻ അറിയാതെ അതിൽ കയറി പിടിച്ചു പോകും. തനിക്ക് ഒരു നീരാളി പിടുത്തമായി ഈ സൗഹൃദം വരാതെ യുവതി യുവാക്കൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഇത് കാണുന്ന കുട്ടികളുടെ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട സമയമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ചിങ്ങൻ രാശിക്കാർക്ക് ഈ ലഗ്നത്തിലെ ശുക്രൻ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാൻ വളരെ അനുകൂലമാണ്. വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമാണ്. അതുകൊണ്ട് പ്രണയം വിവാഹത്തിലേക്ക് എത്തുന്ന വാരങ്ങളാകുന്നു നിങ്ങളുടെ മുന്നിലുള്ളത്. എപ്പോഴും വളരെ ശ്രദ്ധിക്കുക. ചതിയിൽപ്പെടാതെ മുന്നോട്ട് നീങ്ങിയാൽ ചിങ്ങൻ രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായ 25 ദിനങ്ങളാണ് തങ്ങളുടെ മുന്നിലുള്ളത്. അടുത്തതായി കന്നിരാശി. കന്നിരാശി എന്നാൽ ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക. കന്നിരാശിക്കാർക്ക് പ്രായണ ശുക്രൻ ധനാധിപനായി 12-ാം ഭാവത്തിൽ നിൽക്കുന്നു, ഭാഗ്യാധിപനായി 12-ാം ഭാവത്തിൽ നിൽക്കുന്നു. അച്ഛൻ്റെ ആരോഗ്യ വിഷയം വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അനാവശ്യമായ കാര്യങ്ങൾക്ക് ധാരാളം കാശ് ചെലവാക്കേണ്ടുന്ന സമയമാണ്. കടം വാങ്ങിയിട്ടാണെങ്കിലും 10 രൂപ ചെലവാക്കേണ്ടി വരുന്ന സമയമാണ്. ഭൗതിക സുഖത്തിനോടുള്ള ഭ്രമത്വം പാടില്ല. സ്ത്രീ കാരണം അപകടമുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശുചസ്നേഹത, തനിക്ക് സ്നേഹത്തിലൂടെ ദുഃഖം വരും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. അനാവശ്യമായി തൻ്റെ ഭാഗ്യം നഷ്ടപ്പെടും സ്ത്രീകളിലൂടെ. അതുകൊണ്ട് വിലപ്പെട്ട സമയം പുരുഷനായാൽ സ്ത്രീകളെ കൊണ്ടും സ്ത്രീകൾക്ക് പുരുഷനെ കൊണ്ടും നഷ്ടങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. അനാവശ്യമായ ട്രീറ്റിങ്ങിനൊക്കെ പോയി വെറുതെ തൻ്റെ വിലപ്പെട്ട സമയം പോകട്ടെ, ധനവും നശിക്കുന്നു. അതുകൊണ്ട് ആരെയും ഈ 25 ദിവസക്കാലം അമിതമായി സ്നേഹിക്കുവാനോ തൻ്റെ ധനം നശിപ്പിക്കുവാനോ ശ്രമിക്കാതിരിക്കുക. പ്രത്യേകിച്ച് പ്രണയ വിഷയങ്ങളിൽ സൗഹൃദം പെട്ടെന്ന് ആടി ഉലഞ്ഞു പോകുന്ന സമയമാകുന്നു. അതിനാൽ വളരെ ശ്രദ്ധിക്കുക. അത് ഉലഞ്ഞാൽ പ്രയാസങ്ങൾ ഉണ്ടാവുക, മാനസികമായിട്ട് വിഭ്രാന്തി കൈവരുന്ന സമയമാണ്. ശുചസ്നേഹത, സ്നേഹത്തിലൂടെ ദുഃഖം അനുഭവിക്കുന്നു എന്നൊരു ഫലം പറഞ്ഞ ഗ്രഹം ശുക്രൻ മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് ദ റൊമാൻറ്റിക് പ്ലാനറ്റ്. പ്രണയമുണ്ടാക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. 12-ൽ നിൽക്കുമ്പോൾ പ്രണയങ്ങളും സൗഹൃദങ്ങളും തകരുകയാണ് ചെയ്യുക. ആ സമയത്ത് അനുഭവിക്കുന്ന മാനസികമായ പ്രയാസങ്ങൾ വളരെയധികം. പ്രായമുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് ഷുഗർ ലെവൽ കൂടും. ശുക്രൻ ഡയബറ്റിക്സ് ഗ്രഹമാകുന്നു. അതേ രീതിയിൽ മൂത്രാശയ സംബന്ധമായ ക്ലേശങ്ങൾ, പാൻക്രിയാറ്റുമായി ബന്ധപ്പെടുന്ന രോഗങ്ങളെ ഒക്കെ തന്നെ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന 25 ദിനങ്ങളാകുന്നു കന്നിരാശിക്കാർക്ക്. കന്നിരാശിക്കാർ ധർമ്മദൈവ സങ്കേതത്തിൽ പോകണം. അവിടെ ദേവീപ്രീതികരങ്ങളായ എല്ലാ വഴിപാടുകളും ചെയ്യണം. വെള്ളിയാഴ്ചകളിൽ 25 വരെയുള്ള ദിനങ്ങളിൽ വളരെയധികം ദേവിയെ പ്രീതിപ്പെടുത്തുക. ഓം മഹാലക്ഷ്മി നമഃ എന്ന ശുക്രൻ്റെ മന്ത്രം നന്നായി ജപിക്കുക. നവഗ്രഹത്തിൽ ശുക്രനെ അർച്ചന ചെയ്യുക. ഈ രീതിയിൽ ഈ ദോഷഫലത്തെ നമുക്ക് പോസിറ്റീവാക്കി മാറ്റാൻ ശ്രമിക്കുക. സ്വർണം നഷ്ടപ്പെടുന്ന സമയമാണ്, ആഭരണം നഷ്ടപ്പെടുന്ന സമയമാണ്. വളരെ ഇൻറ്റിമേറ്റായ ഫ്രണ്ടിന് കാശ് കൊടുത്താൽ തിരിച്ചു കിട്ടില്ല. സുഹൃത്ത് നമ്മളെ ചതിക്കും. അതുകൊണ്ട് കാശ് കൊടുത്ത് സൗഹൃദങ്ങളെ ഈ സമയത്ത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അച്ഛൻ്റെ ശത്രുത വാങ്ങാതെ നോക്കുക. 9-ാം ഭാവാധിപൻ 12-ലാണ്. അപ്പോൾ പലപ്പോഴും പിതാവിൻ്റെ സഹോദരങ്ങളുമായി അനാവശ്യമായ വാദപ്രതിവാദത്തിൽ തർക്കത്തിൽ ഏറ്റെടുക്കണം. വാക്പതിയായ ഗ്രഹം 12-ൽ നിൽക്കുമ്പോൾ നാം ഉപയോഗിക്കുന്ന വാക്കുകൾ മറ്റുള്ളവരെ ക്ലേശിപ്പിക്കാതെ നോക്കണം. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാണ്. അതുകൊണ്ട് വാക്കാകുന്നു ലക്ഷ്മി. ശുക്രൻ ലക്ഷ്മിയാണ്. ആ ലക്ഷ്മിത്വം നശിപ്പിക്കാതെ ശ്രദ്ധിക്കുക കന്നിരാശിക്കാർ. കേവലം 25 ദിനം പരിഹാരങ്ങൾ, മന്ത്രങ്ങൾ
ഞാൻ സൂചിപ്പിച്ചു. ദേവീക്ഷേത്രത്തിൽ നന്നായിട്ട് വിളക്കുമാല പായസം ദേവിക്ക് അർച്ചനയായി സമർപ്പിക്കുക. എല്ലാ പ്രിയപ്പെട്ട കർക്കിടകം, ചിങ്ങം, കന്നി രാശിക്കാർക്ക് ശോഭനമായ 25 ദിവസങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം.